ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അവക്ക് നമ്മളെ നേരിട്ട് കാണാൻ തോന്നാത്തത് എന്താ? മീര എന്ന പേരില് അമ്മ എന്റെ മുൻപിൽ വന്നിട്ടുണ്ട്. എന്നെ ജീവന് തുല്യം സ്നേഹിക്കുന്ന എന്റെ അമ്മ. അച്ഛൻ ചെറുതായിട്ടൊന്നും അല്ല വഴക്ക് പറഞ്ഞത്. അമ്മമ്മ കേട്ടില്ലല്ലോ. യാതൊരു ബന്ധമില്ലാത്ത ഒരാളോട് പറയും പോലെയാ അച്ഛൻ എന്നെ ചീത്ത പറഞ്ഞത്. അമ്മമ്മയ്ക്ക് തമാശ. ഞാൻ അനുഭവിക്കുന്ന സങ്കടം വിഷമം എനിക്കറിയൂ. ഞങ്ങളെയൊക്കെ ഞങ്ങളുടെ അച്ഛനൊന്ന് വഴക്കു പറയാൻ മോഹിച്ചിട്ടുണ്ട്. ഇവിടെ അച്ഛൻ വഴക്ക് പറഞ്ഞതിന് കരച്ചില്. അമ്മമ്മ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? അമ്മമ്മയ്ക്ക് മിണ്ടാതിരിക്കാൻ പറ്റുമോ? എന്റെ കുഞ്ഞുമോളുടെ കരച്ചിൽ മാറ്റണ്ടേ? വേണ്ട, സ്നേഹമൊന്നും വേണ്ട. ഇങ്ങനെ പിണങ്ങാതെ. പിണങ്ങുമ്പോഴും കൊഞ്ചുമ്പോഴും ഒക്കെ കാണാൻ നല്ല രസമുണ്ട്. അമ്മമ്മയുടെ ചക്കര പിണങ്ങുമ്പോ അമ്മമ്മയുടെ ഉള്ളിലൊരു നീറ്റല. മോൾ എന്തിനാ അനുവാദമില്ലാതെ അച്ഛന്റെ മുറിയിൽ കയറിയത്? അച്ഛന്റെ മുറി കയറാൻ മോൾ എന്താ പാസ് എടുക്കണോ? ഞാൻ മന്ത്രിയോട് ഒരു കാര്യം റെക്കമെൻഡ് ചെയ്യാൻ ചെന്ന പൊളിറ്റീഷ്യൻ ഒന്നും അല്ല, അദ്ദേഹത്തിന്റെ സ്വന്തം മോള. അതൊക്കെ ശരിയാ. പക്ഷേ പ്രതാപൻ ഈ നാടിന്റെ ഉത്തരവാദിത്തപ്പെട്ടൊരു ഭരണാധികാരിയാ. അവന് പല പ്രൈവസികളും കാണും. പിന്നെ പ്രൈവസി? നീ മുറി കയറുക മാത്രല്ലല്ലോ ചെയ്തത്, അവന്റെ മുറി മുഴുവൻ അലങ്കോലാക്കിയില്ലേ? ഞാൻ ചില കാര്യങ്ങൾ നോക്കിയപ്പോ മുറി അലങ്കോലായിപ്പോയി. അതിപ്പോ ഞാനെല്ലാം അടുക്കി വെച്ച് കൊടുക്കില്ലേ? മോളെ, ചിലർക്ക് ചില കാര്യങ്ങളിൽ ചില പ്രിൻസിപ്പിൾസ് ഒക്കെ ഉണ്ട്. മുറിയൊക്കെ അടുക്കും ചിട്ടയായിട്ട് കിടക്കണം, വൃത്തിയുമനയും വേണം. അതുമല്ല, ഓരോരുത്തരുടെ ജീവിതത്തിൽ മറ്റാരും അറിയരുതെന്ന് ആഗ്രഹിക്കുന്ന ചില സ്വകാര്യതകളൊക്കെ ഉണ്ട്. അതെന്റെ മോള് മാനിച്ചില്ല. പോട്ടെ, എന്തായാലും വഴക്ക് പറഞ്ഞത് മോളുടെ അച്ഛൻ കുട്ടനല്ലേ, അതങ്ങ് മറന്നേക്ക്. പിന്നെ മോളുടെ ദേഷ്യം മാറ്റാൻ അമ്മമ്മ ഒരു സമ്മാനം തരുന്നുണ്ട്. സ്റ്റൈലിനൊരു സ്വർണമാല. ഇതിലെ താലി ആ മാലയിലേക്ക് മാറ്റണം. എന്താ മമ്മേ? ഈ താലി എങ്ങനെ എന്റെ മോളുടെ കഴുത്തിൽ വന്നു? ഇത് രാജു എന്റെ കഴുത്തിലിട്ട താലിയല്ലേ? ഈ താലിമലയും കൊണ്ടാ രാജു വന്നത്. എന്താ മമ്മേ, എന്തു പറ്റി? ഈ താലി എങ്ങനെ രാജുവിന്റെ കയ്യിൽ വന്നത്? ഞാൻ പത്മയുടെ കല്യാണം നടക്കുമ്പോ അവക്കണിയാൻ വേണ്ടി വാങ്ങിച്ചതാ. അമ്മമ്മ എന്തൊക്കെയാ പറയുന്നത്? ഇത് എന്റെ അമ്മ ഇട്ടിരുന്ന താലിയെന്നോ? അവളിട്ടിരുന്ന താലിമാല ഇതായിരുന്നില്ല, അത് പ്രതാപം പണിയിച്ച താലിമാലയായിരുന്നു. അവളെ കല്യാണം കഴിപ്പിച്ച് അയക്കുമ്പോ ഞാൻ കൊടുക്കാനിരുന്ന താലിയായിരുന്നു ഇത്. എന്റെ പ്രതീക്ഷകളെല്ലാം തെറ്റിയല്ലേ അന്ന് അവരുടെ കല്യാണം നടന്നത്. എന്നാലും ഞാൻ പത്മയ്ക്ക് വേണ്ടി പണിയിച്ച താലിമാല അതെങ്ങനെ രാജുവിന്റെ കയ്യിൽ വന്നത്?
കല്യാണം നടക്കാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് അവളായിരിക്കും. എന്റെ മകൾ പത്മ. അപ്പോ അമ്മയുടെ നിർബന്ധം കൊണ്ട് തന്നെയാ രാജു എന്നെ കല്യാണം കഴിച്ചത്, അല്ലാതെ സ്വന്തം താല്പര്യപ്രകാരം അല്ല. എന്റെ മകൾ, ഞാൻ ഒരു നോക്ക് കാണാൻ ആഗ്രഹിക്കുന്ന എന്റെ പൊന്നുമോള് പത്മ നമ്മുടെ തൊട്ടടുത്ത് തന്നെയുണ്ട്. പക്ഷേ അവള് നമ്മള് കാണുന്നില്ല, അവള് നമ്മളെല്ലാരെയും കാണുന്നുണ്ട്. തെറ്റ് ചെയ്തു പോയത് ഈ ഞാനാ. മകളുടെ ഇഷ്ടം മനസ്സിലാക്കാതെ പോയ ഒരമ്മയെ ഞാൻ. ഒരു വിളിപ്പാടകലെ അവളുണ്ട്. പക്ഷേ അവക്ക് നമ്മളെ നേരിട്ട് കാണാൻ തോന്നാത്തത് എന്താ? മീര എന്ന പേരില് അമ്മ എന്റെ മുൻപിൽ വന്നിട്ടുണ്ട്. എന്നെ ജീവന് തുല്യം സ്നേഹിക്കുന്ന എന്റെ അമ്മ. എനിക്കെന്റെ മോളെ കാണണം. അവൾ എവിടെയാണെന്ന് ഒന്ന് കാണിച്ചു തരൂ ഭഗവാനെ. അമ്മമ്മ, അവളിൽ ഞാൻ ഒരേ ഒരു തെറ്റേ കണ്ടിട്ടുള്ളൂ. എന്റെ സങ്കല്പത്തിനനുസരിച്ചുള്ള ഒരു വിവാഹ ജീവിതം തിരഞ്ഞെടുത്തിട്ടില്ല എന്നുള്ള തെറ്റ്. അവള് ചെയ്തത് തെറ്റല്ല, പക്ഷേ അത് തെറ്റാണെന്ന് കണ്ടെത്തിയ ഞാനാ തെറ്റുകാരി. എനിക്കെന്റെ പൊന്നുമോളെ ഈ ജന്മത്തിൽ കാണാൻ പറ്റുമോ? അമ്മമ്മ, അമ്മമ്മ കരയില്ലേ അമ്മമ്മ? അകലേ